ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വ്ളോഗുമായിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിൽ തന്നെ അടിപൊളി പ്ലേസായ സ്നോ സിറ്റിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്നോ സിറ്റി ഒന്ന് കാണാൻ. ഇന്നാണ് അതിന് അവസരം കിട്ടിയത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയേണ്ട, സ്നോ സിറ്റിയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ രാവിലെ 10 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സമയം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ എത്താൻ. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റെങ്കിലും വേണം അവിടെ എത്താൻ. അപ്പോൾ സൺഡേ അതുകൊണ്ട് ട്രാഫിക് വളരെ കുറവായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ സ്നോ സിറ്റിയുടെ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഫൺ വേൾഡ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് സ്നോ സിറ്റി. സ്നോ സിറ്റിയും ഫൺ വേൾഡും ഒരേ കോമ്പൗണ്ടിലാണ് ഉള്ളത്. സ്നോ സിറ്റി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ JC നഗർ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് എടുത്തു ഇവിടെ എത്താൻ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 650 രൂപയാണ് ചാർജ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ എല്ലാവർക്കും ഒരേ ചാർജാണ്. വീക്ക് ഡേയ്സ് 550 രൂപയും വീക്കെൻഡിൽ 650 രൂപയാണ് ചാർജ്. പിന്നെ ഫോണോ എന്തെങ്കിലും ക്യാമറസിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോണാണ് കൊണ്ടുപോകുന്നതെങ്കിൽ 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ പോയി. ഒരുപാട് പേരുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് പോകാൻ സമയമായി. നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ജെർക്കിൻ, ഷൂസ്, ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. അതൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്, ഇവിടെ നിന്നാണ് തരുന്നത്. നമ്മുടെ സൈസിനനുസരിച്ചുള്ള ജെർക്കിൻ, ഷൂസ്, ഗ്ലൗസ് എന്നിവയെല്ലാം ഇവിടെ നിന്ന് കിട്ടും. അതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ജെർക്കിനൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് റെഡിയായി കാത്തു നിൽക്കുകയാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി.
ഉള്ളിലേക്ക് പോകാനുള്ള ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കാത്തു നിന്നതിന് ശേഷം ഡോർ ഓപ്പൺ ചെയ്ത് എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്തൊരു തണുപ്പാണ്. ഒരു മണിക്കൂർ സമയം നമുക്ക് ഇതിനുള്ളിൽ ചിലവഴിക്കാം. പക്ഷേ 1 മണിക്കൂർ പോയിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കയ്യും കാലുമൊക്കെ മരവിക്കാൻ തുടങ്ങി. ഫുൾ ഐസാണ്. -5 ഡിഗ്രിയാണ് ഇതിനുള്ളിൽ തണുപ്പ്. കൈയൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കൈയൊക്കെ മരവിച്ച് ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റുന്നില്ല. മൊബൈലോ ക്യാമറാസോ ഒന്നും പിടിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും തണുപ്പാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. ഇവിടെ വന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു മണിക്കൂർ സമയമുണ്ടെങ്കിലും 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഐസ് കട്ടകളൊക്കെ വീണ് കാലൊക്കെ മരവിച്ച് ഒന്ന് നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. പിന്നെ പുറത്ത് വന്ന് ഷൂ ഒക്കെ റിമൂവ് ചെയ്ത് അതിനുള്ളിൽ ഐസ് കട്ടകളൊക്കെ എടുത്ത് കളഞ്ഞ് വീണ്ടും അതൊക്കെ ഇട്ടിട്ട് പിന്നെയും ഉള്ളിൽ പോയി ഒരു 10 മിനിറ്റ് കളിച്ചു. जोर से आह की आवाज है आती हर रोर से मैं तो चलो इसका मच जाए. -5 ഡിഗ്രിയാണ് ഉള്ളിൽ. ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ മരവിച്ചിട്ട് നമുക്ക് ഫോണോ ക്യാമറയോ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. നല്ലപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അത്രയ്ക്കും തണുപ്പാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറാണ്. ശരിക്കും നല്ലൊരു മഞ്ഞ് കൊട്ടാരത്തിലെത്തിയ ഫീലാണ്. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് നല്ലപോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കൈയൊക്കെ മരവിച്ചത് കൊണ്ടും മൊബൈലൊക്കെ പിടിക്കാനൊന്നും പറ്റുന്നില്ല. അത്രയ്ക്കും തണുപ്പാണ്.
അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ചിലവഴിച്ചിട്ട് പുറത്ത് വന്നു. അതിൽ കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാൻ പറ്റുന്നില്ല, കാരണം ഒരുപാട് തണുപ്പാണ്. ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വീണ്ടും വീണ്ടും ഐസ് കെട്ടുകളൊക്കെ നിറയുന്നത് കൊണ്ട് കാലൊക്കെ മരവിച്ച് പിന്നെ കൂടുതൽ സമയം അവിടെ കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് പോപ്കോണൊക്കെ കഴിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്തു. ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും പോവുക, സൂപ്പറാണ്. കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസാണ് സ്നോ സിറ്റി. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മടങ്ങുകയാണ്. ഒരുപാട് എൻജോയ് ചെയ്തു എല്ലാവരും, സൂപ്പറായിരുന്നു. ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകുക, അടിപൊളിയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇനി മടങ്ങുകയാണ്. ഞങ്ങൾ സ്നോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 മണി കഴിഞ്ഞിരുന്നു. പിന്നീട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഇമ്പീരിയൽ എന്നൊരു ഹോട്ടലിലായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോയത്. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക് യു.